ഇപ്പം രായും റായും കേസ് എടുക്കുകയാണെങ്കിൽ രാ റാ എന്ന് എഴുതുന്നത് ഏകദേശം ഒരുപോലെയാണ്, അതിൻ്റെ ശബ്ദവും ഏകദേശം ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ടും പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് എന്ത് വരും, അത് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് പഴയ പത്രം എടുത്തിട്ട് ആ പത്രത്തിൽ പേരൻറ്റും കുട്ടിയും തമ്മിൽ ഗെയിം കളിക്കാം. അപ്പം പേരൻ്റ് ആണെങ്കിൽ അമ്മ കുട്ടിയോട് പറയാണ്, എന്താണ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ രാ കണ്ടുപിടിക്കാം, മോൻ റാ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മളൊരു ടൈമർ വെച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ 10 രാ കണ്ടുപിടിക്കുന്നവർക്ക് 1 മാർക്ക്, അല്ലെങ്കിൽ 10 റാ കണ്ടുപിടിക്കുന്നവർക്ക് 1 മാർക്ക്. ആ രീതിയിൽ അപ്പോൾ അവൻ എന്ത് ചെയ്യും, ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കും. അവൻ റാ ചെക്ക് ചെയ്യും, റാ അവൻ്റെ മനസ്സിൽ പറയും, എന്നിട്ട് അവൻ എന്ത് ചെയ്യും, അത് റൗണ്ട് ചെയ്ത് തുടങ്ങും. ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഗെയിം പോലെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് കുട്ടിയുടെ പഠന പ്രയാസങ്ങൾ എന്താണെന്നുള്ളത് അമ്മ തിരിച്ചറിയുക. ആ പ്രശ്നങ്ങൾ, ഇപ്പം അക്ഷരം അറിയില്ല, ഇന്ന അക്ഷരം അറിയില്ല, ഇപ്പം നമ്മൾ അക്ഷരങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ അറിയില്ല എന്ന് പറയില്ല, പകരം കുട്ടിക്ക് ഏതൊക്കെ അക്ഷരങ്ങൾ അറിയാം, സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം ഓരോന്നെടുത്ത് ചോദിക്കുക. അത് കുട്ടി തിരിച്ചറിയുന്നുണ്ടോ, കുട്ടിക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓരോന്നും എന്ത് ചെയ്യുക, നോക്കിയിട്ട് നിങ്ങൾ കുട്ടിയെ കുറിച്ചിട്ടുള്ളൊരു ചാർട്ട് തന്നെ തയ്യാറാക്കുക. ഇന്ന കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം, ഇന്ന കാര്യങ്ങൾ അറിയില്ല, ഇന്ന കാര്യങ്ങൾ നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ തന്നെ കുട്ടിയിലൊരു അസസ്മെൻറ്റ് നടത്തുക. അതിനുശേഷം നമ്മൾ പിന്നെ കുട്ടിയെ പഠിപ്പിക്കേണ്ട രീതിയിൽ മാറ്റം വരുത്തുക. അതായത് ഒരു ദിവസം കുട്ടി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒന്ന് പഠിച്ചാൽ മതി. ഇപ്പം കുട്ടിക്ക് ച എന്ന് പറയുന്ന അക്ഷരം അറിയില്ല, അപ്പോൾ ആ ച എന്ന് പറയുന്ന അക്ഷരം മാത്രം ഒരു ദിവസം പഠിപ്പിച്ചാൽ മതി. എന്നിട്ട് പതിയെ നമ്മൾ അതിലേക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാം. അതായത് ഇന്നിപ്പം കുട്ടിക്ക് അക്ഷരം അറിയാത്ത ഒരക്ഷരം പഠിപ്പിച്ചു, നാളെ നമ്മൾ ആ ഒരക്ഷരത്തിൽ നിന്ന് 2 അക്ഷരം കൂടെ പഠിപ്പിക്കും. തൊട്ട് മുന്നേ പഠിച്ച അക്ഷരം ഏതാണോ അത് റിപ്പീറ്റ് ചെയ്യും. തൊട്ടടുത്ത ദിവസം ആ ലിസ്റ്റിൽ നിന്ന് 3 എണ്ണം നമ്മൾ പഠിപ്പിക്കും. തൊട്ട് മുന്നേ പഠിച്ച 2 കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ ആയിട്ട് പഠിച്ചു തുടങ്ങാം. അതിൻ്റെ കൂടെ കുട്ടിക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു തുടങ്ങാം. ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ പഠനം നല്ല രസകരമായിരിക്കും, കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും, കുട്ടികൾക്ക് ആ മടുപ്പുണ്ടായിരിക്കില്ല. പല പ്രശ്നങ്ങളും പേരൻസിന് തന്നെ പരിഹരിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പഠന പ്രയാസങ്ങളുണ്ടെങ്കിൽ എനിക്ക് അതിന് സജഷൻ തരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന പ്രശ്നത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാൻ നോക്കാം.